അലൈക്കും. ഇന്ന് നമുക്ക് 6ാം ക്ലാസ്സിലെ ഫിഖ് ബുക്കിലെ 3ാം പാഠം തുടങ്ങാം. അപ്പൊ നമ്മൾ 2ാം പാഠം പഠിച്ചു. എന്താണ് അർറുഖസു? എന്താണ് ആനുകൂല്യങ്ങൾ? നമ്മുടെ ഇസ്ലാമിൽ കുറെ ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താണ് ഇന്നലെ പഠിച്ചത്? ഹുഫ അല്ലേ? അതിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔറത്തിനെ കുറിച്ചാണ്. നിങ്ങളിപ്പോ ഔറത്ത് മറച്ചിട്ടല്ലേ ക്ലാസ്സിന്റെ മുന്നിൽ വന്നിട്ടുള്ളത്? അപ്പോ നമ്മൾ എന്ത് ചെയ്യും? സ്ത്രീകൾ മക്കനിടും, ഷോളിടും. പിന്നെയോ പുരുഷന്മാരും മുട്ടുപൊക്കിളിനിടയിൽ അല്ലെ, അവിടെയൊക്കെ മറക്കും. അപ്പൊ നമുക്ക് നോക്കാം നിസ്കാരത്തിനുള്ള ഔറത്തും അല്ലാത്ത സമയത്തുള്ള ഔറത്തും ഒക്കെ എന്താണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. പാഠം 3, സത്റുൽ ഔറ. ഔറത്ത്. ഔറത്ത് മറക്കൽ നിസ്കാരം സ്വഹീഹാകാനുള്ള ഷർത്തുകളിൽ പെട്ടതാണെന്ന് നമുക്കറിയാമല്ലോ. എന്താണ്? നിസ്കാരം ശരിയാവണമെങ്കിൽ ഔറത്ത് മറക്കണം. ഔറത്ത് മറക്കാതെ നിസ്കരിച്ചാൽ എന്താവില്ല? ആ നിസ്കാരം ശരിയാവില്ല. ഔറത്ത് മറക്കുന്നതിൽ ചെറിയവരും വലിയവരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എന്താണ്? നിസ്കാരം പോലെ തന്നെ ഔറത്ത് മറക്കണതിൽ എന്തില്ല? ചെറിയവർക്ക് അത്ര വരെ, വലിയവർക്ക് അത്ര വരെ, അങ്ങനെ ഒന്നുമില്ല. പുരുഷന് മുട്ടുപൊക്കളിന് ഇടയും സ്ത്രീക്ക് മുഖവും 2 മുൻകൈയും അല്ലാത്തവയുമാണ് നിസ്കാരത്തിലെ ഔറത്ത്. പുരുഷന് മുട്ടുപൊക്കളിന്റെ ഇടയും സ്ത്രീക്ക് മുഖവും 2 മുൻകൈയും അല്ലാത്തവയുമാണ് നിസ്കാരത്തിലെ ഔറത്ത്. എന്താണ് നിസ്കാരത്തിലെ ഔറത്ത്? പുരുഷന്മാർക്ക് എന്താണ്? മുട്ടുപൊക്കളിന് ഇടയിൽ അല്ലെ, മുട്ടുപൊക്കളിന് ഇടയിലുള്ള സ്ഥലം എന്താണ്? മറക്കണം. അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. സ്ത്രീകൾക്കോ മുഖവും 2 കൈയും കാണിക്കാൻ നിർബന്ധമാണ്. ചിലവരെന്ത് ചെയ്യും? മുഖമൊക്കെ മറച്ച് ഗ്ലൗസ് ഒക്കെ ഇട്ട് അങ്ങനെയാണല്ലോ നടക്കാം. അപ്പോൾ നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ ഗ്ലൗസും പിന്നെ മുഖം മറച്ചത് ഊരുകയും ചെയ്യണം. അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. മുഖവും കാണിക്കണം, 2 മുൻകൈയും കാണിക്കണം. ഒറ്റക്കാണെങ്കിലും ഇരുട്ടിലാണെങ്കിലും ഔറത്ത് മറക്കണം. എന്താണ്? ഒറ്റക്കാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ഔറത്ത് മറക്കണം. ഇരുട്ടിലാണ്, നമ്മളെ ശരീരം കാണില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ഔറത്ത് മറക്കണം. പിന്നെയോ തൊലിയുടെ നിറം കാണാത്ത വസ്തു കൊണ്ടാണ് മറക്കേണ്ടത്. എന്താണ്? തൊലിയുടെ ആ നിറം കാണരുത്. ഇങ്ങനത്തെ നെറ്റ്, ക്ലോത്ത്, ഷർട്ട് ഒന്നും ഇടരുത്. നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം? തൊലിയുടെ കളറ് കാണരുത്. പിന്നെയോ ഔറത്ത് മറക്കാവുന്ന ഒന്നും ലഭിക്കാത്തവർ നഗ്നനായി നിസ്കരിക്കണം. എന്താണ്? എന്താണ്? നിസ്കരിക്കാൻ ഔറത്ത് മറക്കണ്ട. അതിന് എന്ത് ചെയ്തില്ല? ഡ്രസ്സൊന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നഗ്നനായിട്ട് നിസ്കരിക്കണം. ഡ്രസ്സ് ഇല്ലാതെ നിസ്കരിക്കണം. ആ നിസ്കാരം പിന്നീട് മടക്കേണ്ടതില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇങ്ങനെ ചിലക്കുമ്പോൾ അങ്ങനെ നമ്മൾ നഗ്നനായിട്ടാണെങ്കിലും നിസ്കരിച്ചാൽ പിന്നെ നമ്മൾ മടക്കേണ്ടി വരും. അങ്ങനെ മടക്കേണ്ടതില്ല. നിസ്കാരത്തിൽ നല്ല വസ്ത്രം ധരിക്കലും കുപ്പായം, തലപ്പാവ്, അരയുടുപ്പ് എന്നിവ ധരിക്കലും സുന്നത്താണ്. എന്താണ്? നിസ്കാരത്തിൽ നല്ല വസ്ത്രം ധരിക്കലും പിന്നെ കുപ്പായം, തലപ്പാവ്, അരയുടുപ്പ് അല്ലെ, ഇതൊക്കെ ധരിക്കൽ എന്താണ്? നിസ്കാരത്തിൽ നല്ല വസ്ത്രം ധരിക്കലും കുപ്പായം, തലപ്പാവ്, അരയുടുപ്പ് എന്നിവ ധരിക്കലും സുന്നത്താണ്. എന്താണ്? നിസ്കാരത്തിൽ നല്ല വസ്ത്രം ധരിക്കലും പിന്നെ കുപ്പായം, തലപ്പാവ്, അരയുടുപ്പ് ഇതൊക്കെ ധരിക്കൽ എന്താണ്? സുന്നത്താണ്. ഖാല തആല യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. സൂറത്തുൽ അഅറാഫ് 31-ാമത്തെ ആയത്ത്. എന്താണ് അതിന്റെ അർത്ഥം? താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യാ? എഴുതാം, പഠിക്കാം. പിന്നെ 2 വസ്ത്രം മാത്രമുള്ളവൻ ഒന്ന് ധരിക്കുകയും മുമ്പിൽ മറയുണ്ടെങ്കിൽ ഒന്ന് മേൽ തട്ടമായി ഉപയോഗിക്കുകയും മറയില്ലെങ്കിൽ അത് മുസല്ലയായി വിരിക്കുകയും ചെയ്യണം. എന്താണ്? 2 വസ്ത്രമുണ്ട്. ഒന്നെന്ത് ചെയ്യാം? ഒന്ന് ധരിക്കണം. പിന്നെ മുമ്പിൽ മറയുണ്ട്. മുമ്പിൽ എന്തുണ്ട്? മറയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മേൽ തട്ടമായി ഉപയോഗിക്കണം. മേലില് തട്ടമായിട്ട് ഉപയോഗിക്കണം. മറയില്ലെങ്കിൽ അത് മുസല്ലയായി വിരിക്കണം. മറയില്ലെങ്കിൽ എന്ത് ചെയ്യണം? മുസല്ലയായിട്ട് വിരിക്കണം.
വണ്ണം കാണിക്കുന്ന ഇറുകിയ വസ്ത്രം പുരുഷന്മാർക്ക് ഉത്തമമല്ല, സ്ത്രീകൾക്ക് കറാഹത്താണ്. എന്താണ് അവയവത്തിന്റെ ആ ഒരു കട്ടി എത്രയാണ് വണ്ണമുള്ളത് അത് കാണിക്കുന്ന ഇറുകിയ ഡ്രസ്സ് ഉണ്ടല്ലോ. ഇറുകിയ പറഞ്ഞാൽ എന്താ, ഇങ്ങനെ നമ്മളെ ബോഡി ഷേപ്പ് കാണുന്ന ഒരു ടൈപ്പ് ഡ്രസ്സ്, അത് ഇട്ട് നിസ്കരിക്കല് സ്ത്രീകൾക്ക് എന്താണ് കറാഹത്താണ്, പുരുഷന്മാർക്ക് ഉത്തമമല്ല അല്ലേ. പിന്നെയോ നിസ്കാരം അല്ലാത്ത അവസരത്തിലും ഔറത്ത് മറക്കൽ വാജിബാണ്. എന്താണ് നിസ്കാരം അല്ലാത്ത അവസരത്തിലും ഔറത്ത് മറക്കൽ വാജിബാണ്. നിസ്കരിക്കണില്ല ഓക്കെ, ആ സമയം നിസ്കാരമൊക്കെ കഴിഞ്ഞു, അതിന് ശേഷം നമ്മൾ തീരം ഔറത്ത് മറക്കണം. പിന്നെ സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ അടുക്കൽ വെച്ച് ശരീരം മുഴുവനും, സ്ത്രീകൾ അന്യപുരുഷന്മാരെ അറിയാത്തവരുടെ മുന്നിലൊക്കെ എന്ത് ചെയ്യണം, മുഴുവനും മറക്കണം. പിന്നെയോ ഒറ്റയ്ക്കോ വിവാഹബന്ധം ഹറാമായവരുടെ അടുക്കൽ വെച്ചോ മുട്ടുപൊക്കളിന്റെ ഇടയും, എന്താണ് മുട്ടുപൊക്കളിന്റെ ഇടയില് കവർ ചെയ്യുന്നത് എന്താണ് നിർബന്ധമാണ്. എപ്പോൾ ഒറ്റയ്ക്കോ വിവാഹബന്ധം ഹറാമായവരുടെ അടുക്കൽ വെച്ചോ. അമുസ്ലിം സ്ത്രീകളുടെ അടുക്കൽ വെച്ച് ജോലി സമയം വെളിവാകുന്ന സ്ഥലം അല്ലാത്തവയും മറക്കൽ വാജിബാണ്. എന്താണ് അമുസ്ലിം സ്ത്രീകളുടെ അടുക്കൽ വെച്ച് ജോലി സമയം വെളിവാകുന്ന സ്ഥലം അല്ലാത്തവയും മറക്കണം. എന്താണ് അമുസ്ലിം സ്ത്രീകളുടെ അടുക്കൽ വെച്ചിട്ട്, മുസ്ലിം പറഞ്ഞാൽ എന്താ, മുസ്ലിം അല്ലാത്തവരുടെ അടുക്കൽ വെച്ചിട്ട് ജോലി സമയം വെളിവാകുന്ന സ്ഥലം അല്ലാത്തവയും മറക്കൽ വാജിബാണ്. ഇനി നമുക്ക് തദ്രിപാത്ത് നോക്കാം. തദ്രിപാത്ത് 1 വ്യക്തമാക്കാം. 1 സ്ത്രീകളുടെ 4 വിധ ഔറത്തുകൾ. 1 സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ അടുക്കൽ വെച്ച് ശരീരം മുഴുവൻ മറക്കണം. 2 ഒറ്റയ്ക്കോ വിവാഹബന്ധം ഹറാമായവരുടെ അടുക്കൽ വെച്ച് മുട്ടുപൊക്കളിന്റെ ഇടയും മറക്കണം. മുസ്ലിം സ്ത്രീകളുടെ അടുക്കൽ വെച്ച് ജോലി സമയം വെളിവാകുന്ന സ്ഥലം അല്ലാത്തവയും മറക്കണം. 4 മുഖവും 2 മുൻകൈയും അല്ലാത്തവയുമായ ഔറത്ത് മറക്കണം. 2 നിസ്കാരമല്ലാത്ത അവസരം ഔറത്ത് മറക്കുന്നതിന്റെ വിധി. ഉത്തരം വാജിബ്. 2 ഉത്തരം എഴുതുക. 1 ഇരുട്ടുള്ള സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുകയാണ് എങ്കിൽ ഔറത്ത് മറക്കണമോ? ഉത്തരം മറക്കണം. 2 പുരുഷൻ എവിടെയെല്ലാം മറക്കണം? ഉത്തരം മുട്ടുപൊക്കളിന് ഇടയിൽ മറക്കണം. 3 2 വസ്ത്രം മാത്രമുള്ളവൻ എന്ത് ചെയ്യണം? ഉത്തരം 1 ധരിക്കുകയും മുമ്പിൽ മറയുണ്ടെങ്കിൽ അത് തട്ടമായി ഉപയോഗിക്കുകയും മറയില്ലെങ്കിൽ അത് മുസല്ലയായി വിരിക്കുകയും ചെയ്യണം. 4 ഏതെല്ലാം ഭാഗം മറക്കണം? മേൽഭാഗം, അടിഭാഗം. 5 ഇറുകിയ വസ്ത്രത്തിന്റെ വിധി എന്താകുന്നു? ഉത്തരം പുരുഷന്മാർക്ക് ഉത്തമമില്ല, സ്ത്രീകൾക്ക് കറാഹത്താണ്. 3 പൂരിപ്പിക്കാം. യാ ബനി ആദമ ഡാഷ് മസ്ജിദ. എന്താണ്? യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ. പിന്നെ 4 ഒറ്റ പദങ്ങൾ വൃത്തിയായി എഴുതാം. നിങ്ങളുടെ ഒറ്റ പദങ്ങൾ എഴുതാം. എങ്ങനെ? പുരുഷൻ, സ്ത്രീ, 2 വസ്ത്രം, ഔറത്ത്, പിന്നെ ഇറുകിയ, അതും എഴുതാം. ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലിയാലോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.